اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. നഫ്സുൽ അമ്മാറയെക്കുറിച്ചും നഫ്സുൽ ലവ്വാമയെക്കുറിച്ചും ചെറിയ രൂപത്തിൽ നമ്മൾ സംസാരിച്ചു. നഫ്സുൽ അമ്മാറയും നഫ്സുൽ ലവ്വാമയും മാരകമായ രണ്ട് രോഗാണുക്കളാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ ആ രണ്ട് രോഗാണുവിനെ നമ്മിൽ സംവിധാനിച്ചതാണ് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഇനി അമ്മാറത്തും ലവ്വാമത്തും പൂർണ്ണമായ നിലക്ക് സംസ്കരിച്ച് എത്തുന്ന മൂന്നാമത്തെ ഒരു മർത്തബയാണ് നഫ്സുൽ മുൽഹിമ. നഫ്സുൽ അമ്മാറയും നഫ്സുൽ ലവ്വാമയും പൂർണ്ണമായും ഹറാമിയായ ലോകത്തേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോകുമ്പോൾ നഫ്സുൽ മുൽഹിമ അതിൽ നിന്ന് ചെറിയ രൂപത്തിൽ വ്യത്യസ്തമാണ്. ബഹുമാനപ്പെട്ട ഷുജായി മൊയ്തു മുസ്ലിയാർ പറഞ്ഞതുപോലെ ലൈലുൻ നഹാറുകൾ അമ്മാറത്താണ്, ലവ്വാമത്താലും വലഞ്ഞല്ലോ അല്ലാഹ്, മുൽഹിമത്തെന്നൊരു മൂന്നാം കള്ളത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നേ അല്ലാഹ്. മുൽഹിമത്ത് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്ന അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഖൈറായ കാര്യങ്ങളിലേക്ക് ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കും. അതേപോലെ തന്നെ അല്പസമയം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രേരണ തിന്മയിലേക്കായിരിക്കും. 5 വക്ത് നിസ്കരിക്കുന്ന ആളാണ്, നോമ്പ് നോൽക്കുന്ന ആളാണ്, ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി നടക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ അതോടുകൂടെ ഹറാമായ കാര്യങ്ങളും ചെയ്യും. അപ്പൊ രണ്ടിലേക്കും പ്രേരണ നൽകുന്ന ഒന്നാണ് നഫ്സുൽ മുൽഹിമ എന്ന് പറയുന്നത്. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഏറെക്കുറെ പള്ളിയുമായി മദ്രസയുമായി ദീനുമായി ബന്ധപ്പെടുന്ന ആളുകളിൽ മിക്ക ആളുകളും ഈ മൂന്നാമത്തെ മർത്തബയിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. കാരണം അവര് ദീനിന് വേണ്ടി അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ദീനീ പ്രവർത്തനങ്ങളുണ്ട്, ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ സജീവമാണ്, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ്, പാവങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലാണ്. അതോടുകൂടെ തന്നെ രഹസ്യവും പരസ്യവുമായ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പല ഹറാമുകളും അവർ ചെയ്തു കൂട്ടുന്നു. ഇവിടെ നിൽക്കുന്ന ആള് ഒരു ചതിയുടെ വക്കിലാണ്. കാരണം അവൻ വിചാരിക്കുന്നത് അവൻ നിസ്കരിക്കുന്ന നിസ്കാരം, നോമ്പ്, മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ചെറിയ ഹറാമായ കാര്യങ്ങൾ മനുഷ്യനല്ലേ, മനുഷ്യനാകുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കൂലേ എന്ന ഒരു ചിന്ത ഒരു മനുഷ്യനിൽ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടും തുല്യമാകുന്നതോടുകൂടെ, അതായത് ഖൈറും ഷർറും രണ്ടും തുല്യമാകുന്നതോടുകൂടെ ഇവൻ വിചാരിക്കുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിയാണ്,
മനുഷ്യന് മാത്രമല്ലേ പിഴവ് സംഭവിക്കുള്ളൂ. ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, അള്ളാഹു താല പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷേ ചില സന്ദർഭങ്ങളിൽ എൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച വരുന്നുണ്ട് എന്ന് കരുതി അവൻ ചെയ്യുന്ന തെറ്റുകളെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ പോകും. അത് വലിയ അപകടമാണ്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണോ അങ്ങനെയാണ് ഒരു മനുഷ്യൻ മരിക്കുക. അപ്പൊ നമ്മൾ ഏത് അവസ്ഥയിലാ മരിക്കുക എന്നുള്ളത് അള്ളാഹു താലാക്ക് മാത്രമേ അറിയുള്ളൂ. നന്മ ചെയ്യുന്ന ആള് നന്മ ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെടും. തിന്മ ചെയ്യുന്ന ആള് അത് ചെയ്തുകൊണ്ടിരിക്കല്ലേ മരണപ്പെടുള്ളൂ. അപ്പൊ രണ്ടും കൂടി ചെയ്യുന്ന ആൾക്ക് ഏത് സമയത്താണ് മരണം അവനെ പിടികൂടുക എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, നിശ്ചയം അവന്റെ റബ്ബിന്റെ പിടുത്തം അത് ശക്തമായ പിടുത്തമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അപ്പോ നമ്മളൊക്കെ ഈ മുൽഹിമത്തിന്റെ അവസ്ഥയിൽ മുങ്ങിത്താഴ്ന്നു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ മുൽഹിമത്തി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് എല്ലാ ഷർറുകളെയും ഇല്ലായ്മ ചെയ്ത് ഉന്മൂലനം ചെയ്ത് വെറും ഖൈറ് മാത്രം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കാൻ കേവലം അവന്റെ നിസ്കാരം കൊണ്ട് സാധ്യമല്ല. നിസ്കരിച്ചു കഴിഞ്ഞാൽ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഹദീസുകളുണ്ട്. നിസ്കരിച്ചു കഴിഞ്ഞാൽ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്. ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും അതുപോലെ തംജീദുകളൊക്കെ നമ്മളെ ഹൃദയത്തിലേക്ക് നൽകിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് സംസ്കരണം നടക്കുന്നുണ്ട്. പക്ഷേ ഈ നഫ്സുൽ മുൽഹിമ, നഫ്സുൽ അമ്മാറ, നഫ്സുൽ ലവ്വാമ, ഈ പോലത്തതൊന്നും ഇതുപോലത്തെ അമലുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു സംസ്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തൂല. കാരണം ഇത് അതികഠിനമായ രോഗാണുവാണ്. അതിന് പറ്റുന്ന മരുന്ന് തന്നെ, ഡോസുള്ള മരുന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. പിന്നെ ഇപ്പം നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരമൊക്കെ ഇപ്പോൾ ഒരു നിസ്കാരമാണ്. നമ്മൾ നോൽക്കുന്ന നോമ്പ് ശരിക്കും നോമ്പാണ്. നമ്മൾ ദിക്റ് ചെല്ലുന്നുണ്ട്, ശരിക്കും അള്ളാനെ ഓർമ്മ ഉണ്ട്. നമുക്ക് സ്വലാത്ത് ചെല്ലുന്നുണ്ട്, ഹബീബിനെ നമുക്ക് ഓർമ്മ ഉണ്ടോ? അങ്ങനത്തെ നിസ്കാരവും നോമ്പുകളും ദിക്റുകളൊക്കെയാണ്. അതുകൊണ്ട് ദോഷങ്ങൾ പൊറുക്കപ്പെട്ടാൽ തന്നെ അത്ഭുതമാണ്. പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയ മാരക രോഗാണുക്കളെ അതുകൊണ്ട് സംസ്കരിക്കാൻ കഴിയില്ല. അത് മുറബ്ബിയായ ഷെയ്ഖിന്റെ സഹായം കൊണ്ട് മാത്രമേ ഈ വക രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയുള്ളൂ. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിനുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ ഖബറിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അവിടെ പാമ്പുകളുണ്ട്, തേളുകളുണ്ട്, പല ഹിംസ്ര ജന്തുക്കളും ഉണ്ട് എന്ന് ഹദീസിലുണ്ടല്ലോ. അത് നിങ്ങളെ ജനാസ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഓൺ ദ സ്പോട്ടിൽ അവിടേക്ക് വരുന്ന ജീവികളല്ല, അത് നിങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നതാണ്. നിങ്ങളെ അമ്മാറത്തിൻ്റെയും ലവ്വാമത്തിൻ്റെയും മുൽഹിമത്തിൻ്റെയും ആ ഒരു രോഗാണു പാമ്പായും തേളായും മറ്റു ഹിംസ്ര ജീവികളായും നിങ്ങളെ കൊത്തുകയാണ് എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിനുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയണം. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഈ രോഗാണുക്കൾ ഒരുപക്ഷെ നമ്മൾ നല്ല നിലക്ക് മരണപ്പെട്ടതായിരിക്കാം. പക്ഷെ ഈ രോഗാണു നമ്മുടെ ശരീരത്തിലുള്ള കാലത്തോളം ഒരു മനുഷ്യന് പ്രയാസങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ മുൽഹിമത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഖൈറിലേക്കും ഷർറിലേക്കും കൊണ്ടുപോകുന്ന ഒരു രോഗാണുവാണ്. ഈ ഷർറുകളൊക്കെ ഇല്ലായ്മ ചെയ്ത് ഖൈറ് മാത്രം നൽകുന്ന ഒരവസ്ഥ നമുക്ക് വേണം. ആ ഒരവസ്ഥയിലേക്ക് കൈപിടിച്ചുയർത്താനാണ് ഒരു മുറബ്ബിയായ ഷെയ്ഖ് ഒരാൾക്ക് ഉണ്ടായേ പറ്റൂ എന്ന് പറയാൻ കാരണം. അത് ആ പണ്ഡിതൻ, ഉദാഹരണം എല്ലാവരും മനസ്സിലാക്കിയത് പിന്നെ ഞാനൊക്കെ വലിയ കിതാബിയായിട്ട് ഭയങ്കര കഴിവുള്ള ആളാണല്ലോ, എനിക്കൽക്ക് എല്ലാ നിലക്കും കഴിവുള്ള ആളാണ്. ഹദീസിന്റെ വിഷയത്തിൽ ആയിരക്കണക്കിന് ഹദീസുകൾ ഞാൻ ക്ലാസ് എടുക്കുന്ന ആളാണ്, തിരിയനെ ക്ലാസ് നടത്തുന്ന ആളാണ്, ജമ്മുൽ ജവാമി ദർസ് നടത്തുന്ന ആളാണ്. അതുപോലെ ഫിഖഹിന്റെ കിതാബുകളൊക്കെ എല്ലാ ഫന്നുകളും എനിക്ക് കാണാപ്പാടാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം പറയുന്നുണ്ട്, എല്ലാ ഫന്നിലും തബഹുറായ
ബഹറാണ് എന്ന് ജനങ്ങൾ പറയുന്ന ആൾക്ക് പോലും അവന്റെ ആത്മീയ ഉന്നമനത്തിലേക്ക് ഒരു മുറബ്ബിയായ ഷേഖ് കൂടിയേ തീരൂ. കാരണം ഈ അമ്മാറത്തുൽ ഒവ്വാമത്ത് മുൽഹിമത്ത് എന്ന് പറഞ്ഞാൽ അത് ചില്ലറ രോഗാണുമല്ല. അതിന് ഉന്മൂലനം ചെയ്യാൻ ഒരു മുറബ്ബിയായ മശായിഖ് ഉണ്ടായേ പറ്റുള്ളൂ. അതൊരു തബഹുറായ, കിതാബിലൊക്കെ ബഹറായ സമുദ്ര സമാനം കണക്കെ അറിവുള്ള ഒരു വ്യക്തിയാണെങ്കിലും അവനക്ക് മുറബ്ബി ഉണ്ടായേ പറ്റുള്ളൂ. ഇൻഷാ അള്ളാ ഈ മുൽഹിമത്ത് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ഒരാൾ കയറിയാൽ പിന്നെ നാലാമത്തെ ഒരവസ്ഥ ഉണ്ട്, നഫ്സുൽ മുത്മഇന്ന, ഒരു സമാധാനത്തിന്റെ ഒരു ലോകമാണ്. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മുത്തമയിന്നത്തായ നഫ്സിനെ കുറിച്ച് പൂർണ്ണമായി നമുക്ക് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ മുൽഹിമയിൽ കടന്നിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ ഒരു മുറബ്ബിയുടെ കയ്യിൽ നിന്ന് അമല് വാങ്ങിയെന്ന് കരുതിയിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമ്മൾ സംസ്കരിക്കപ്പെട്ടവരാകൂല. നമ്മൾ പൂർണ്ണമായി ഷെയ്ഖിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് എൻ്റെ അമലുകൾ ചെയ്യുമ്പോൾ, ആ ഷെയ്ഖിനെ സ്നേഹിച്ചുകൊണ്ട് അമൽ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളിൽ തസ്കിയത്തും തർബിയത്തൊക്കെ നടക്കുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.